ശ്രീ രാഹുൽ ഈശ്വർ, ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരാൾ കൂടി പരാതി നൽകിയിരിക്കുകയാണ് താങ്കൾക്കെതിരെ, ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അധിക്ഷേപം നടത്തി എന്ന വിഷയത്തിൽ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു തൃശ്ശൂർ സ്വദേശി കൂടെ എനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പുള്ളിക്ക് എന്താ ഈ വിഷയത്തിൽ ലോക്കൽ സ്റ്റാൻഡി, അല്ലെങ്കിൽ പുള്ളി എന്താ ഈ വിഷയത്തിൽ, അതായത് ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന് വേറൊരാൾക്ക് പരാതി കൊടുക്കാൻ പറ്റൂ? അവൻ ചുമ്മാ അത് ചില ആൾക്കാർ ഈ സമയത്ത് നിയമത്തിന്റെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യാനും മീഡിയയുടെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യാനും നോക്കുക. ഹണി റോസിനോട് ബഹുമാന പുരസരം പറയാനുള്ളത്, ഹണി എനിക്കെതിരെ പരാതി നൽകിയത് കൊണ്ട് ഹണിയെ കുറിച്ചുള്ള വിമർശനം ഒരിഞ്ച് പോലും കൂടുതലോ ഒരിഞ്ച് പോലും കുറവോ ചെയ്യില്ല. ഒരു പൊടിക്ക് പോലും ഹണിക്കെതിരെയുള്ള വിമർശനം ഞാൻ കൂട്ടില്ല. ഒരു പൊടിക്ക് പോലും ഹണിക്കെതിരെയുള്ള വിമർശനം ഞാൻ കുറയ്ക്കുകയില്ല. ഒരു തരിമ്പ് പോലും ഹണിയോട് എനിക്ക് ദേഷ്യം കൂടുതലില്ല. ഒരു തരിമ്പ് പോലും ഹണിയോടെ വിമർശനം എനിക്ക് കുറയുന്നുമില്ല. കാര്യം ഹണി എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ബേസിലല്ല എനിക്ക് ഹണി റോസിനോടുള്ള സോഷ്യൽ ഓഡിറ്റോ വിമർശനവും ഉള്ളത്. ബോച്ചെ പറഞ്ഞത് ശരിയല്ല എന്ന് ആദ്യം നിലപാടെടുത്ത വ്യക്തി ഞാനാണ്. ബോച്ചെ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പാടില്ല. ബോച്ചെ പറഞ്ഞത് തെറ്റാണ്. ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണം എന്ന് ശക്തവും വ്യക്തവുമായ നിലപാടെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം ആ ദ്വയാർത്ഥ പ്രയോഗം നമ്മുടെ സമൂഹത്തിൽ തെറ്റുകൾ ഉണ്ടാക്കും. കാണുന്ന പയ്യന്മാര് അത് കണ്ട് തെറ്റായി പറയും. തൃശ്ശൂർ പൂരത്തിന് ഞാൻ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ 20 വയസ്സുള്ള പിള്ളേർ നാളെ തൃശ്ശൂർ പൂരത്തിന് ഇറങ്ങുമ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങും. അത് നമുക്ക് പാടില്ല. അതേപോലെ ഹണിയും വസ്ത്രധാരണത്തിൽ മാതൃകകൾ കാണിക്കണം. കാര്യം ഹണിയെ ഫോളോ ചെയ്യുന്ന വലിയൊരു കലാകാരിയാണ്, സൗത്ത് ഇന്ത്യൻ മൂവി അറിയപ്പെടുന്ന താരമാണ്. ഹണി എന്ന വ്യക്തിയുടെ മാതൃക നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സും നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളും അത്തരം തെറ്റായ മാതൃകകൾ പിന്തുടരും. ഈ കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. രാഹുൽ, ഇപ്പോൾ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് വിവരം. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് പോലീസ് നോട്ടീസ് തന്നാൽ ഞാൻ അവിടെ തന്നെ പോയി കാണും. എനിക്ക് ഇതുവരെ നോട്ടീസ് തന്നിട്ടില്ല. പോലീസ് നോട്ടീസ് തരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോയി കാണാൻ എനിക്ക് യാതൊരു മടിയില്ല. അപ്പൊ അതുകൊണ്ട് പോലീസ് ഇതുവരെ എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല. ഞാൻ ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു സീൻ ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ഓൾറെഡി മുൻകൂർ ജാമ്യം ഞാൻ അതിനുവേണ്ടി പോയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യം ഡോക്ടർ അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ സാറിന്റെ ഇതിൽ അത് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്നും എനിക്ക് വിഷമമല്ല. അതൊക്കെ നിയമത്തിന്റെ കണ്ണിലാണ്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളടക്കം ഓർക്കേണ്ടത് ഒരു നിലപാടാണ്, വിമർശനമാണ്. മദർ തെരേസയും മറ്റും വിമർശിക്കാൻ അവകാശമുള്ള ഈ നാട്ടിൽ, മഹാത്മാഗാന്ധിയെ വിമർശിക്കാൻ അവകാശമുള്ള ഈ നാട്ടിൽ, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെയും നമ്മുടെ സഖാവ് ശ്രീ പിണറായി വിജയനെയും ഒക്കെ വിമർശിക്കാൻ കഴിയുന്ന നാട്ടിൽ ഹണി റോസിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്ന് പക്ഷേ രാഹുൽ ഈശ്വർ, വസ്ത്രധാരണം എന്നത് ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അവർ വസ്ത്രം ധരിച്ച് തന്നെയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരു നഗ്നതാ പ്രദർശനമാണെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണ നഗ്നയായി ആരെങ്കിലും പുറത്തിറങ്ങുകയാണെങ്കിൽ വിമർശിക്കുന്നത് പോലെ അല്ല താങ്കൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, താങ്കൾ ആ വിമർശനത്തിന് തിരഞ്ഞെടുത്ത സമയം അത് അവർ വ്യക്തിപരമായി തന്നെ വലിയ സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു വ്യവസായിക്കെതിരെയൊക്കെ പരാതി കൊടുത്ത് നിൽക്കുന്ന ആ സമയത്താണ് താങ്കൾ ഇങ്ങനെ ഒരു വിമർശനം പരക്കെ നടത്തുന്നത്. അത് ഒരു തവണയല്ല, പലതവണ പല മാധ്യമങ്ങളിൽ താങ്കൾ ഈ കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന് താങ്കൾ തിരഞ്ഞെടുത്ത സമയം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ, സമയം ഇതല്ലേ? ഈ പശ്ചാത്തലത്തിൽ ഹണി റോസ് വേഴ്സസ് നമ്മുടെ ബോച്ചെ എന്ന് പറയുന്ന ഒരു കേസ് നടക്കുന്ന പശ്ചാത്തലത്തിലല്ലാതെ പിന്നെ ഏത് പശ്ചാത്തലത്തിലാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റുക? ഹണി റോസിന്റെ വിഷമത്തോടൊപ്പം തന്നെയാണ്, ഹണി റോസിന്റെ കുടുംബത്തിന് വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമത്തോടൊപ്പം തന്നെയാണ്. ആ വിഷമം ഉണ്ടെന്ന് കേട്ടിട്ട് എനിക്ക് രാഹുൽ, വ്യക്തിപരമായി താങ്കൾക്ക് ഹണി റോസിന്റെ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി എങ്ങനെയാണ് അവർ ഒരു നിയമ പോരാട്ടം നടത്തുന്ന സമയത്ത് വന്ന് അതിനെ ജനറലൈസ് ചെയ്ത് ഒരു കമന്റ് നടത്തുക? അവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് താങ്കൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ഹണി റോസ് തന്നെ ആരോപിച്ചിരിക്കുന്നത് താങ്കൾക്കെതിരെ. അതിൽ ഒരു വരി മറുപടി പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പോലീസുകാരും ഇത്രയും മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും ഹണി റോസിനോടൊപ്പം നിന്നിട്ടും രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്ന വിമർശനത്തിൽ പൊതുജനങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അത് രാഹുൽ ഈശ്വറിന്റെ മെച്ചമല്ല. ഞാൻ ഉന്നയിക്കുന്ന വിമർശനം അത് പൊതുജനങ്ങൾ അല്ല, അത് ബോച്ചെ ഫാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. വളരെയധികം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഈശ്വറിനും അറിയാവുന്നതാണല്ലോ സൈബർ സ്പേസിൽ. അത് പൊതുജനം എന്നെങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കാനാകുക? ചെയ്യുന്നത് തെറ്റാന്ന് പറയുന്നവരാണ് അവർ. മാഡം ആലോചിക്കണം, ബോച്ചെ ചെയ്യുന്നത് ശരിയാന്ന് പറയുന്ന ബോച്ചയുടെ ഫാൻസ് അല്ല.
ബോച്ചെ ചെയ്യുന്നത് തെറ്റാണ്. അതേപോലെ ഹണി റോസും മിതത്വം പാലിക്കണമെന്ന് പറയുന്നവരാണ്. ബോച്ചെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ബോച്ചെ 10-14 ലക്ഷം പേർക്ക് നമ്മുടെ രക്തദാനം ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബോച്ചയുടെ നന്മ. പക്ഷെ ഈ കാര്യത്തിൽ ബോച്ചയ്ക്ക് തെറ്റ് പറ്റിയെന്നും ബോച്ചയ്ക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നും ബോച്ചയെ മാപ്പ് പറയണമെന്നും പറയുന്ന ആൾക്കാരിടവരില്ല. മാഡം ശ്രദ്ധിച്ചു കാണും, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളെങ്കിലും എവിടെയെങ്കിലും ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ന്യായീകരിക്കത്തക്കാണെന്ന് പറഞ്ഞു. ശരിയെന്നുള്ളത് പോട്ടെ, ബോബി ചെമ്മണ്ണൂർ രാഹുൽ ഈശ്വർ, താങ്കൾ ഈ വസ്ത്രധാരണം സംബന്ധിച്ച വിമർശനം പറയുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും ധരിക്കുന്ന വസ്ത്രത്തെ എങ്ങനെയാണ് താങ്കൾ ഒരാൾ ഇരുന്ന് ഓഡിറ്റ് ചെയ്യുക? എത്രയോ പേരുടെ വസ്ത്രം, ഇതിവിടെ ഹണി റോസിന്റെ വസ്ത്രത്തിൽ മാത്രം എന്താണ് താങ്കളുടെ ശ്രദ്ധ പോകുന്നത്? ധരിക്കുന്ന രീതിയല്ലേ പ്രശ്നം. അതായത് സാരി അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ. പല ആളുകൾ പല രീതിയിൽ വസ്ത്രം ധരിക്കില്ലേ. ഇപ്പോൾ രാഹുൽ ഈശ്വർ ധരിക്കുന്ന വസ്ത്രം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വിമർശിക്കാലോ. അതേപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണെങ്കിൽ വിമർശനം എന്റെ സ്വാതന്ത്ര്യമല്ലേ. ഹണി റോസിന് മാത്രമല്ലല്ലോ സ്വാതന്ത്ര്യം. ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ വിമർശന സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വറിന്റെ സ്വാതന്ത്ര്യമല്ലേ. പക്ഷെ ആ വിമർശനത്തിൽ ഞാൻ പരിധി കടക്കരുത്, വിമർശനത്തിൽ അസഭ്യം പറയരുത്. ഹണി റോസിന്റെ ശരീരത്തെ അല്ല ആക്രമിക്കേണ്ടത്, ഹണി റോസിന്റെ സമീപനത്തെയാണ്. ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല നമ്മൾ ആക്രമിക്കേണ്ടത്. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കുകയാണ്, ബഹുമാന പുരുഷരെ വിമർശിക്കുകയാണ്. ഇനി മാഡത്തിന് കേരളത്തിലെ 99% ജനങ്ങളോടും ചോദിക്കുക, ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും പ്രശ്നമൊന്നും തോന്നാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ? നമ്മൾ എന്തിനായി കണ്ണടച്ചിരുട്ടാക്കുന്നത്? നമ്മൾ ആരെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് രാഹുൽ. അങ്ങനെ അങ്ങ് ജനറലൈസ് ചെയ്യരുത്. അത് താങ്കളുടെ കാഴ്ചപ്പാടാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വസ്ത്രസങ്കല്പങ്ങളായിരിക്കും. ഓരോ ജോലി ചെയ്യുന്നവർക്ക് ഓരോ തരം വേഷങ്ങളായിരിക്കും. അതിനെയൊന്നും അങ്ങനെ പറയാനാകില്ല. താങ്കൾ പറയുന്ന പോലെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാനാകില്ല. താങ്കൾ ഹണി റോസിന് വിഷമമായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഉദാഹരണത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കാം. സൗത്ത് ഇന്ത്യയെ തന്നെ പ്രഗത്ഭയായ അഭിനേത്രി അമല പോൾ എറണാകുളത്തെ ഒരു കോളേജിൽ ഉദ്ഘാടനത്തിന് പോയി. ആസിഫ് അലി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കോളേജിൽ പോയപ്പോൾ ഒരു മിനി സ്കേർട്ടും അതോടൊപ്പം വളരെ ലോ നെക്ക് ലൈനുള്ള റിവീലിംഗ് ആയ വളരെ എക്സ്പോസിംഗ് ആയ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ അതിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? താങ്കൾ ആരാണ് ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ? നെക്ക് ഇത്രയും താഴ്ന്നാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പാവാടയ്ക്ക് ഇത്ര ഇറക്കം പാടുള്ളൂ എന്നൊക്കെ പറയാൻ താങ്കൾ ആരാണ്? ഞാൻ അതിന് ആദ്യം ഒരു കുതർക്കം പറയാം, അല്ലെങ്കിൽ ഒരു തർക്കുത്തരം പറയാം. മാഡം ആരാണ് ബോച്ചെ പറയുന്നതിനെ വിമർശിക്കാൻ? ബോച്ചെ പറയുന്നതിനെ എല്ലാ കാര്യങ്ങളെയും ഞാൻ വിമർശിച്ചിട്ടില്ല. ബോച്ചെ പറയുന്ന സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളെ വിമർശിക്കും. അതിനെയും ചെയ്യും. അത് ഞാൻ മാത്രമല്ല, മാധ്യമങ്ങളെല്ലാം ചെയ്യും. പൊതുജനങ്ങൾ ഹണി റോസിനെയും ചെയ്യും. അതായത് മാഡം ഇപ്പം പറഞ്ഞത് മാഡത്തിന് റൈറ്റ് ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഞാൻ ഒരു റെറ്ററിക് ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ബോച്ചയുടെ നിലപാടുകളെയോ ബോച്ച ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളെയോ മാഡം വിമർശിക്കുന്നത് ശരിയുമാണ്, മാഡത്തിന്റെ അവകാശവുമാണ്. ഇതേ അവകാശം എനിക്ക് ഹണി റോസിനോടും ഇല്ലേ? എനിക്ക് അത് മനസ്സിലാകുന്നില്ല. ബോച്ചയെ വിമർശിക്കാൻ വേട്ടയാടാം, ഹണി റോസിനെ വിമർശിക്കാനോ സോഷ്യൽ ഓഡിറ്റോ മറ്റും അങ്ങനെയില്ല രാഹുൽ. ഹണി റോസിനെ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, താങ്കൾക്ക് വിമർശിക്കാം. പക്ഷേ താങ്കൾ ആ വിമർശനത്തിനായി തിരഞ്ഞെടുത്ത സമയം, പിന്നെ മാത്രമല്ല താങ്കളെ പോലുള്ള ഒരാൾ ഒരു പുരോഗമനമായ സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ പ്രതിനിധിയായുള്ള താങ്കളെ പോലുള്ള ഒരാൾ തീർത്തും പിന്തിരിപ്പൻ ഡയലോഗുകളാണ് പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് താങ്കൾ ഈ തരത്തിൽ വിമർശിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ സൈബർ സ്പേസിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ പറയുന്നതിനെ ആരും മാധ്യമങ്ങളൊന്നും എടുത്തു വെച്ച് ഇങ്ങനെ വിമർശിക്കുന്നില്ല. താങ്കളെ പോലൊരാൾ, അയാൾ ആധുനിക സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. അതല്ലെങ്കിൽ പറഞ്ഞോട്ടെ, എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. പക്ഷേ ഞാനൊരു പുരോഗമനവാദിയല്ല, ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് ആണ്. അതായത് ഇത് നമ്മുടെ നാട്ടില് ലിബറൽ വേഴ്സസ് കൺസർവേറ്റീവ് എന്നൊരു ഡിബേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പുരോഗമനവാദി വേഴ്സസ് പാരമ്പര്യവാദി. ഞാനതിൽ പാരമ്പര്യവാദിയുടെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. താങ്കൾ പാരമ്പര്യവാദിയാണ്, പക്ഷേ ഈ സമൂഹം പുരോഗമിച്ചതാണ് എന്നാണ് പറഞ്ഞത്, പ്രത്യേകിച്ചും കേരളീയ സമൂഹം. പുരോഗമനവാദം എന്ന് പറയുന്നത് ഈ ലിബറൽ ചിന്താഗതിയുടെ ഒരു ഭാഗം മാത്രമാണ്. സമൂഹത്തിൽ ഇപ്പോൾ ഉദാഹരണം ശബരിമല യുവതി പ്രവേശനം വന്നു, സോ കോൾഡ് പുരോഗമനവാദികളല്ല യുവതികളെ കയറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം എന്തായി?
അതായത് സമൂഹത്തിൽ നിങ്ങൾ ഒരുപാട് പുരോഗമനവാദികളുണ്ട്, അവരെ ബഹുമാനിക്കുന്നു, എനിക്ക് അവരോട് വിയോജിപ്പാണ്, അവരെ ബഹുമാനിക്കുന്നു. അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് മറ്റൊരു കാഴ്ചപ്പാട് തന്നെയുണ്ട് മാഡം. അതായത് ഇതിനെ റൈറ്റ് കൺസർവേറ്റീവ് അല്ലെങ്കിൽ വലത് കൺസർവേറ്റീവ്, വലത് പാരമ്പര്യവാദം എന്നൊക്കെയാണ് പറയുന്നത്. ലെഫ്റ്റ് ലിബറലുകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഞങ്ങളെ പോലെ വിശ്വസിക്കുന്ന, അതായത് വസ്ത്രധാരണത്തിന് മിതത്വം വേണമെന്നും കുടുംബ ബന്ധങ്ങളിൽ പവിത്രത വേണമെന്നും നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ചില മിതത്വം പാലിക്കണമെന്നും ലൈംഗികതയ്ക്ക് അതിർവരമ്പുകൾ വേണമെന്നും വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അത് അവരെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എഗ്രി ചെയ്യണ്ട, പക്ഷെ അങ്ങനെ കുറച്ചു പേരുണ്ട് എന്നുകൂടി അംഗീകരിക്കണ്ടേ. അവരാണ് അത് നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക, അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരാൾ ലൈംഗിക അധിക്ഷേപത്തിന് പരാതിയുമായി നിൽക്കുമ്പോൾ അയാളെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു വിസിലാണ് താങ്കൾ മുഴക്കിയിരിക്കുന്നത് എന്നതാണ് വലിയ പ്രശ്നം. ഇവിടെ ഞാൻ ആ കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാൻ കയ്യിൽ മാത്രമല്ല മനസ്സിലും മഹാത്മാഗാന്ധിയെ പച്ച കുത്തുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും ഡോഗ് വിസിൽ ഉപയോഗിക്കില്ല. ഞാൻ വിമർശിക്കുന്നെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി വിമർശിക്കും, അഭിനന്ദിക്കുന്നെങ്കിൽ നേരിട്ട് അഭിനന്ദിക്കും. ഞാൻ പറയുന്ന നിലപാടുകളൊക്കെ തെറ്റിപ്പോവാം. എനിക്ക് ഒരു കാര്യത്തിൽ 100% ഉറപ്പുണ്ട്, ഞാൻ പറയുന്ന നിലപാടുകൾ 100% സത്യമെന്ന് ഞാൻ വിശ്വസിച്ച് പറയുന്നതാണ്. ഒരുപക്ഷെ സത്യമാവണമെന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ 100% സത്യമെന്ന് വിശ്വസിക്കുന്ന നിലപാടേ പറയും. ഞാൻ ഒരിക്കലും ഡോഗ് വിസിൽ എന്ന വളഞ്ഞ വഴി ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് മാഡം ഇത്രയും പരാമർശം ശ്രദ്ധിച്ചു നോക്കൂ. ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നൊന്നും ഞാൻ പറയില്ല. ഹണി റോസിനെ വിമർശനങ്ങൾ ഉണ്ടാവും. ഹണി റോസിനെ അധിക്ഷേപിക്കുന്ന ശരീരഭാഗങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും തെറ്റാണ്. ആ തെറ്റിനെ തള്ളി പറയാൻ ഹണി റോസിനേക്കാൾ മുമ്പിൽ ഞാൻ ഉണ്ടാവും. കാര്യം രാഹുൽ, താങ്കളുടെ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ അസേർട്ട് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് മറ്റുള്ളവർക്ക് പ്രശ്നമായി മാറുകയാണ്. അത് മറ്റുള്ളവരെ സൈബർ സ്പേസിൽ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന്, ഈ കേസിലാണെങ്കിൽ ഹണി റോസിനെ തെരഞ്ഞുപിടിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. രാഹുൽ, ഇതിപ്പോൾ പോലീസ് കേസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചിരിക്കുകയാണ് താങ്കൾ എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അങ്ങനെ തന്നെയല്ലേ? ഇന്നലെ തന്നെ മകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് ഓൾറെഡി പോയിട്ടുണ്ട്. തിങ്കളാഴ്ച, അതായത് നാളെ 1:30 ഉച്ചയ്ക്ക് ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി ആ കേസ് കൊടുത്തതുകൊണ്ട് ഹണി റോസിനെതിരെയുള്ള വിമർശനം ഒരു പൊടിക്ക് പോലും കൂടുകയില്ല, കുറയില്ല. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. നന്ദി രാഹുൽ ഈശ്വർ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.